നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യിട്ട് അതെല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച പഴം അതിലേക്കിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴേക്കും 2 മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഒരു നുള്ളു ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ പഴം തിരിച്ചിട്ട് നന്നായിട്ട് 2 പുറവും നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ട മിക്സ് അതിലേക്ക് ഇട്ട് നല്ല ഗുളുഗുളുഗുളുവായി വരുന്നുണ്ട്. ഇനി നമുക്കത് മുട്ട എല്ലാ ഭാഗത്തേക്കും പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് എല്ലാ ഭാഗത്തേക്കും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടൻ പഴ റെസിപ്പി റെഡിയായി. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴമുട്ട റെസിപ്പി റെഡി. നമുക്കത് കഴിച്ചു നോക്കാം. അടിപൊളി. ഇവിടെ നല്ല മഴയാണ്. മസാല ചായയും പഴവും കഴിക്കാൻ നല്ല അടിപൊളിയാണ്.